KT ജലീലുമായുള്ള പോരിൽ PK ഫിറോസ് തനിച്ചായി. പ്രതിരോധിക്കാൻ ലീഗ് നേതൃത്വത്തിന്റെ പിന്തുണയില്ല. ജലീലിനെതിരെ മലയാളം യൂണിവേഴ്സിറ്റി ഭൂമി ആരോപണം ഉയർത്തിയതിന് ഫിറോസിനെ ലീഗ് നേതൃത്വം വിമർശിക്കുകയും ചെയ്തു. നേതൃത്വത്തിന്റെ അറിവില്ലാതെ ഇത്തരം വിമർശനങ്ങൾ ഇനി പറയരുത് എന്ന് താക്കീത്. മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദെ, അങ്ങനെ ഒറ്റപ്പെടുത്തിയല്ലേ എല്ലാവരും ചേർന്ന്? എന്താണ് വിശദവിവരങ്ങൾ? മോത്തി, PK ഫിറോസിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് KT ജലീൽ MLA കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി സംഘടനാ ഫണ്ട്, യൂത്ത് ലീഗിൻ്റെ സംഘടനാ ഫണ്ട് പിരിവെടുത്ത ഫണ്ടിന് വേണ്ടി പിരിവെടുത്ത ഫണ്ട് വെട്ടിപ്പ് നടത്തി, അഴിമതി നടത്തി, അതിലൂടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുമെന്ന് മാത്രമല്ല വിദേശത്തേക്ക് റിവേഴ്സ് ഹവാല സംവിധാനം, അതിലൂടെ കള്ളപ്പണ ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ PK ഫിറോസിനെതിരെ ഉയർത്തുമ്പോഴും മറുപടി പറയാൻ ഫിറോസ് മാത്രമാണ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം. അതായത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുനവ്വർ ശിഹാബ് തങ്ങളാണ് പാണക്കാട്. അദ്ദേഹം ഉൾപ്പെടെ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ ആരും തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്നില്ല എന്നുള്ളത് മാത്രമല്ല മുസ്ലിം ലീഗ് നേതൃത്വവും ഇക്കാര്യത്തിൽ PK ഫിറോസിന് പിന്തുണയുമായി രംഗത്തില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ KT ജലീലിനെതിരെ മറു ആരോപണമായി മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം PK ഫിറോസ് ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ വിഷയവും മുസ്ലിം ലീഗ് നേതൃത്വം അത് ഏറ്റെടുത്തില്ല എന്നുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇങ്ങനെ ലീഗ് നേതൃത്വത്തിന്റെ അറിവില്ലാതെ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വരരുതെന്ന് എന്നുള്ള നിർദ്ദേശം PK ഫിറോസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. 5 വർഷം മുൻപ് KT ജലീൽ മന്ത്രിയായിരിക്കെ ഈ മലയാളം സർവകലാശാല ഭൂമി ഇടപാട് വിഷയം മുസ്ലിം ലീഗ് അടിയന്തര പ്രമേയമായി നിയമസഭയിൽ അവതരിപ്പിച്ചതാണ്. അവിടെ ചർച്ച അവസാനിച്ചതുമാണ്. പിന്നെ എന്തിന് ഫിറോസ് ഈ കാര്യം വീണ്ടും എടുത്തു എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഫിറോസിനെതിരെ ഉയർന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസവും PM സലാമിനോട് നമ്മൾ ഈ കാര്യം ചോദിച്ചിരുന്നു. ഫിറോസിനെ അത് അവർ നേർക്കുനേർ തീർത്തോളും എന്നുള്ള ഒരു മറുപടി മാത്രമാണ് സലാമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. പിന്നെ നിരന്തരമായി ചോദിച്ചപ്പോൾ ലീഗിന് വേണ്ടിയാണ് ഫിറോസ് പറയുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് ചെയ്തത്. അതായത് ഒരു ശക്തമായ രീതിയിലുള്ള ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പോഷക സംഘടനാ നേതാവ് അതിഗുരുതരമായ ഒരു പ്രതിസന്ധിയിൽ ഘട്ടത്തിലെത്തിയപ്പോൾ ലീഗ് നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് CPMൻ്റെ ഭാഗത്തു നിന്നൊരു പിന്തുണയോടുകൂടി ജലീൽ ഒരു പൊതുസമ്മേളനങ്ങളിലേക്ക് പോവുകയാണ്. നാളെ തിരൂരിൽ വെച്ച് പൊതുസമ്മേളനം വിളിച്ചു ചേർത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ജലീൽ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുൻകാലത്ത് വലിയ ചർച്ചയായ ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ വീണ്ടും ജലീൽ ഇപ്പോൾ അല്ലെങ്കിൽ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ എടുത്ത് ഉന്നയിക്കുന്നു എന്നുള്ളത് ജലീൽ കടുത്ത ആക്രമണവുമായി രംഗത്ത് വരികയാണ് എന്നുള്ളതാണ്. ആ തരത്തിലുള്ള KT ജലീലുമായുള്ള പോരിൽ തനിച്ചായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്.